ഫ്രണ്ട്സ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ദിൽകുഷ് ആണ്. ചിലയിടത്ത് ഇതിന് ദിൽപസന്ത് എന്നും പിന്നെ മസ്താൻ എന്നൊക്കെ പറയും. എന്നാൽ ഇനി നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ 2 കപ്പ് പിന്നെ മൈദ മാവ്, അത് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വാം മിൽക്ക്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലും സോൾട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈസ്റ്റിൻ്റെ മിക്സ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം വാം മിൽക്കും ഈസ്റ്റും പിന്നെ സോൾട്ട്, ഓയില്, പിന്നെ ഷുഗറും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെച്ചേക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന എഗ്ഗും ബാക്കിയുള്ള നേരത്തെ ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു, ബാക്കിയും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറിനകത്തോട്ട് ഈസ്റ്റ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോയാണ് നമുക്ക് വേണ്ടത്. നന്നായി നീഡ് ചെയ്ത് നല്ല സോഫ്റ്റ് ഡോ ആവുന്നിടം വരെ നമ്മളിങ്ങനെ നീഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ടക്ക് ചെയ്ത് ഇങ്ങനെ ഇൻസൈഡിലോട്ടാക്കി ഇനി ഈ ബൗളിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനി കവർ ചെയ്ത് നമുക്ക് വെക്കണം. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് ഇത് ഡബിൾ സൈസ് ആവും. ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കണം. അതിന് ഞാനിവിടെ ഷ്രെഡഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. പിന്നെ ഷുഗർ, കുറച്ച് നട്ട്സ്, കാർഡമം പൗഡർ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും ഉണ്ട്. പിന്നെ കുറച്ച് റൈസിനും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോ എന്തോ ആയി നോക്കാം. ഇപ്പം തന്നെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ എല്ലാം നല്ല പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് നീഡ് ചെയ്ത് കൊടുക്കണം ഒന്നും കൂടെ. എന്നിട്ടിത് അതിൻ്റെ പകുതി എടുക്കണം. നമുക്ക് ഈ ഡോയുടെ ഈക്വലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്ത് ഇത് കണക്ക് എടുക്കണം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഇതെടുത്ത് നമുക്ക് വെക്കാം. ബേക്കിംഗ് ട്രേ ഞാൻ ആദ്യമേ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് എടുത്ത് വെക്കാം. അതിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടിയും കോക്കനട്ടിൻ്റെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഡോയുടെ മറ്റേ ഹാഫും നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് ഇത് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് സീൽ ചെയ്യണം. ഒരു ഗ്യാപ്പും വരരുത്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഞാൻ മിൽക്കാണ് ബ്രഷ് ചെയ്യുന്നത്. ഇപ്പം മിൽക്കിന് പകരം നിങ്ങൾക്ക് എഗ്ഗ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, ബ്രഷ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മിൽക്കാണ്. അത് സാധാ മിൽക്കാണ്, അല്ലാതെ വാം മിൽക്കൊന്നുമല്ല. ഇനി നമുക്കതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയത്ത് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് 350-ൽ. അതൊരു 30 മിനിറ്റ്സ് വേണം ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഇപ്പോൾ ഇതാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് കുറച്ച് ബട്ടർ റബ്ബ് ചെയ്യാം. എന്നിട്ട് കൂളായതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് കൂളായിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ദിൽകുഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.